പലിശയെ മറച്ചു വെച്ചു. എന്നിട്ട് അത് ശൈത്താൻ കൂടുന്നുള്ളീനാക്കി തീർത്തു. അവിടെ തന്നെ നോക്കൂ നിങ്ങൾ അവരുടെ ഈ മറിമായം. ആ ആയത്തുകൾ പരിശോധിച്ചാൽ അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണെന്ന് ഏതാൾക്കും മനസ്സിലാവും. അല്ലദീന യഅ്കുലൂന റിബാന ആദ്യം തന്നെ തുടങ്ങുന്നത് അല്ലെ, പലിശ തിന്നുന്നവർ എന്ന് പറഞ്ഞാൽ അത് ചോറാക്കി പൊറാട്ടാക്കി തിന്നുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. എന്താ? പലിശയുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവരെ കുറിച്ച് ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞു, അവര് നാളെ പരലോകത്തിലെത്തുമ്പോൾ ലാ യഖൂമൂന ഇല്ലാ കമാ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്സി. തഹബ്ബുത്തു ശൈത്താൻ, പിശാചുബാധ ഏറ്റവരെ പോലെയല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല എന്നാണ്. നിങ്ങൾ ജമഖ്ശരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖാല ജമഖ്ശരി ഇന്ന ആയത്തെ റിബ ഇന്നമാ ജാഅ ബിഹാ അൽ ഖുർആനു വിഫഖ മാ കാന യഅ്തഖിദുഹു അൽ അറബ്. അറബികൾ വിശ്വസിക്കുന്നതിനനുസരിച്ചാണ് ഖുർആൻ ആയത്തു റിബ കൊണ്ടുവന്നിട്ടുള്ളത്. വയസൂനഹു, അതിനെക്കുറിച്ച് അവർ വാദിച്ചിരുന്നത് മിൻ അന്ന ശൈത്താന യസ്റഉൽ ഇൻസാൻ, ശൈത്താൻ മനുഷ്യനെ എന്ത് ചെയ്യും? വീഴ്ത്തിക്കളയും. എന്നിട്ട് സമക്ഷരി പറയാ വലൈസ ഹുവ ഫിൽ ഹഖീഖത്തി കദാലിക, യാഥാർത്ഥ്യം നോക്കുമ്പോൾ അത് അങ്ങനെയല്ല. വഖാല ഫീ തഫ്സീരി ഖൗലിഹി തആല ഇന്നല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താൻ മിനൽ മസ്സി എന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാ ഐ അഥവാ ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുകയില്ല, ഇദാ ബുഇതു പുനർനാളിൽ പുനർജീവിതത്തിന്റെ നാളിൽ മിൻ ഖുബൂരിഹിം അവരുടെ ഖബറുകളിൽ നിന്ന് ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താൻ, ഷെയ്ത്താൻ ബാധ ഏറ്റവൻ നീക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഐ അൽ മസ്റൂർ അപസ്മാര രോഗമുള്ളവൻ എഴുന്നേൽക്കുന്നത് പോലെയാണ്. തഹബ്ബുത്തു ഷെയ്ത്താൻ മീൻ സഅമാത്തിൽ അറബ്, അറബികളുടെ വാദമാണ് ഈ തഹബ്ബുത്തു ഷെയ്ത്താൻ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക്. യസൂമൂന അന്ന ഷെയ്ത്താൻ യഹ്ബത്തുൽ ഇൻസാൻ ഫയസ്റഉ, അവർ വാദിച്ചിരുന്നു പിശാച് മനുഷ്യനെ ബാധിക്കും എന്നിട്ട് അവൻ വീഴുമെന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇത് വസ്തുതയല്ല എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഖഫാലിനെ പോലെയുള്ള ഷാഫി പണ്ഡിതന്മാർ വരെ സൂചിപ്പിച്ചിട്ടുള്ളത് ഷെയ്ത്താനിന് എന്ത് ചെയ്യൂല, അങ്ങനെ മനുഷ്യനെ തള്ളിവിടാൻ സാധിക്കൂല എന്നാ. അയ്യക്കൂന ശറഉ വൽ ജുനൂനു മിന ഷെയ്ത്താൻ, ഷെയ്ത്താനിൽ നിന്ന് ഭ്രാന്തും അവസ്മാര രോഗവും ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ബാത്തിലുൻ, അത് അസത്യാണ്. ലി അന്നഹു ലാ യഖ്ദിറു അലാ ദാലിക, അതിന് അവന് സാധിക്കുകയില്ല. റൂഹുൽ മആനിയിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അതുപോലെ തന്നെ ഫഖ്റുദ്ദീൻ റാസി വീണ്ടും പറയുകയാണ് ശൈലി അന്ന ഷൈത്താനെ യമുസ്സുഹു വയസ്റഉഹു വഹാദാ ബാത്തിലുൻ, ഷൈത്താൻ മനുഷ്യനെ ബാധിച്ചിട്ട് അവന് വീഴ്ത്തിക്കളയും, അവന് ഭ്രാന്തുണ്ടാക്കും എന്നുള്ളത് ബാത്തിലാണ്, അസത്യാണ്. ലി അന്ന ഷൈത്താന വഈഫുൻ, ഷൈത്താൻ വളരെ ദുർബലനാണ്. ലാ യഖ്ദിറു അലാ സ്വറഇൻ നാസി വഖത്ലിൻ, ജനങ്ങളെ കൊല്ലാനോ അവസ്മാര രോഗം ഉണ്ടാക്കാനോ അവർക്ക് സാധ്യമല്ല എന്ന് ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് വസ്തുത. ഖുർആൻ പ്രയോഗിച്ചൊരു ആലങ്കാരിക പ്രയോഗം മാത്രമാണത്, അതല്ലാതെ അതിൽ നിന്ന് ശൈത്താൻ രോഗമുണ്ടാക്കും എന്നല്ല മനസ്സിലാക്കേണ്ടത്. പലിശയുടെ ഗൗരവം ഉണർത്താനാണ് അവിടെ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അൽ-ഐനു ഹഖ്ഖുൻ എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചിരിക്കെ അതിനെ എതിർക്കുന്നത് ഹദീസ് നിഷേധമല്ലേ? അൽ-ഐനു ഹഖ്ഖുൻ എന്നതിനെ നമ്മൾ എതിർക്കുന്നില്ലല്ലേ. ഇതിന് ആ ഹദീസ് വളരെ സഹീഹാണ്. പക്ഷെ അത് വ്യാഖ്യാനിച്ചെടുത്ത കുഴപ്പം പറ്റിയിട്ടുള്ളത്. അൽ ഐനു ഹഖ്ഖുൻ എന്നുള്ളതിനെ നമ്മൾ എതിർക്കുന്നില്ല. ഐന് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഏതൈന്? അൽ ഐന്, ആ ഐന്, ആ കണ്ണിനെ. അതിന് കണ്ണേറ് എങ്ങനെ അർത്ഥം വന്നു നമുക്കറിയില്ല. പാരമ്പര്യമായിട്ട് അങ്ങനെ പറയാറുള്ളത് കണ്ണേറ്. അൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യേറ് എന്നർത്ഥം പറയാൻ പറ്റുമോ? അൽ യദ് അലിഫുലാമ് കൂട്ടി മാരിഫയാക്കി പറഞ്ഞാൽ അൽ യദ്, ഇംഗ്ലീഷിൽ ദ പറയുന്നത് പോലെ. അൽ അൻഫ് എന്ന് പറഞ്ഞാൽ മൂക്കേറ് എന്നർത്ഥം പറയാൻ പറ്റൂലല്ലോ. അൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാക്കേറ് എന്നർത്ഥം പറയാൻ പറ്റൂല. അതേ രീതിയിൽ അൽ ഐനു എന്ന് പറഞ്ഞാൽ കണ്ണേറ് എന്നർത്ഥമില്ല. അത് എവിടുന്ന് വന്നു അല്ലാഹു അലം. ആ കണ്ണ് വസ്തുതയാണ് എന്നാ പ്രവാചകൻ പറഞ്ഞത്. ഏതാണ് ആ കണ്ണ്? അത് പറഞ്ഞ പ്രവാചകനാണ് വിശദീകരിച്ചു തരേണ്ടത്. മുസ്ലിമിൽ അൽ ഐനു ഹഖ്ഖുൻ എന്ന ആ ഹദീസ് വിശദീകരിക്കുന്നതിന്റെ താഴെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ പ്രവാചകൻ ഉൾപ്പെടുത്തിയതായി കാണാം. മിൻ ഐനിൻ ഹാസിദിൻ വമിൻ നഫ്സിൻ ഹാസിദിൻ. മിൻ ഐനിൽ ലാമ്മ എന്നും വേറൊരു സ്ഥലത്ത് കാണാവുന്നതാണ്. മിൻ ഐനിൻ ഹാസിദിൻ, അസൂയാലുവിന്റെ കണ്ണിൽ നിന്ന്.
അസൂയാലുവിന്റെ നോട്ടം, അതാണ് അൽ ഐൻ, അക്കണ്ണ്. അർറജുല് എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേക പുരുഷൻ, അതാ ആ കാപ്പി കളർ ഷർട്ടിട്ട അർറജുൽ, അയാള് വേറുള്ള ആരുമല്ല. അപ്പൊ അൽ ഐൻ, ആ കണ്ണ്. അസൂയാലുവിന്റെ നോട്ടം എന്താ? അസൂയാലു നോട്ടം ഇട്ടാൽ അവൻ കൊല്ലാൻ വരെ മടിക്കില്ല. ലോകത്തിൽ ഒന്നാമത്തെ കൊലപാതകം അസൂയാണ് കാരണം. ഈ സംഘടനയിൽ ഉണ്ടായ എല്ലാ കുത്തിത്തിരിപ്പിനും കാരണം അസൂയയാണ്. അസൂയാലു അസൂയ വെക്കുമ്പോൾ പടച്ചവനോട് രക്ഷ തേടണം. മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലു അസൂയ വെക്കുമ്പോൾ അവന്റെ ഷർറിൽ നിന്ന് പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അപ്പൊ അസൂയയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രവാചകൻ അവിടെ അത് സൂചിപ്പിച്ചിട്ടുള്ളത്. അത് പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന്റെ വ്യാഖ്യാനിക്കുന്നിടത്താണ് കുഴപ്പം പറ്റും. പ്രവാചകന് മാരണം ബാധിച്ചതിനാൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖായ ഹദീസിൽ വന്നിരിക്കെ അതിനെ എതിർക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ലേ? ആ ചോദ്യത്തിൽ തന്നെ ചില വൈകല്യമുണ്ട്. ഹദീസിനെതിരാണ് ആ ചോദ്യം തന്നെ. പ്രവാചകന് മാരണം ബാധിച്ചിട്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടായി, അങ്ങനെയല്ല ഹദീസിൽ വന്നിട്ടുള്ളത്. ഹദീസിൽ ഹിശാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ വന്നിട്ടുള്ളത് പ്രവാചകന് സിഹ്ർ ബാധിച്ചിട്ട് പിന്നെ 6 മാസത്തോളം എന്ത് ചെയ്തു, വളരെ കൃത്യമായ മാരകമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ട്. അൻ ഹിശാം അൻ അബീഹി അൻ ആയിഷ കാലത്ത് ലബിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത അശൂരി യറ അന്നഹു യൽതി വലാ യൽതി. എന്താ, 6 മാസത്തോളം പ്രവാചകൻ സ്വന്തം ഭാര്യമാരെ സമീപിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് സംശയമാവും. ചെയ്ത കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള സംശയം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം സംശയമാണ്, ഭാര്യയെ സമീപിച്ചോ സമീപിച്ചില്ലേ. 6 മാസം ആലോചിച്ച് നോക്കും നിങ്ങൾ, വളരെ ഗുരുതരമാണ്. മാത്രമല്ല ബുഖാരിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് വിശദീകരണത്തിൽ, ഇതാണ് സംഭവമെങ്കിൽ സിഹ്റിലെ ഏറ്റവും അശദ്ധാണത്, അങ്ങേറ്റം കഠിനമായിട്ടുള്ളതാണ് പ്രവാചകനെ ബാധിച്ചിട്ടുള്ളത്. അപ്പൊ അത് ബുഖാരിയിൽ വന്നു എന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട. നേരത്തെ മദീനി വിശദീകരിക്കുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ കൃത്യമായി പ്രഖ്യാപിച്ചതിന് എതിരാണ് ആ പറഞ്ഞ കഥ. ഒരു കഥയാണ്, ഒരു റിപ്പോർട്ടാണ്, ഹദീസ് എന്ന് പറയാൻ പറ്റില്ല. സൂറത്തു നിസായിലെ 51, 52 ആയത്ത് വായിക്കുക. എന്താണ് സിഹ്റിൽ വിശ്വസിക്കുന്നവനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. സൂറത്തു അറാഫിലെ 195 ആയത്ത്, സൂറത്തു കലമിലെ 2 ആയത്ത്, അതുപോലെ തന്നെ ഹദീസ്. ഇങ്ങനെ നിരവധി ആയത്തുകൾക്കും സ്വഹീഹായി വന്ന ഹദീസുകൾക്കും എതിരാണ് ഈ സംഭവം. അത് കെട്ടുകഥയാണ്. മാത്രവുമല്ല, നേരത്തെ ഖബറു വാഹിദുകളെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ മറുപടി കൃത്യമായി പറഞ്ഞു, ഖബറു വാഹിദുകളെ കൊണ്ട് മാത്രം ഒരു വിശ്വാസകാര്യം സ്ഥാപിക്കാൻ പറ്റൂല. അവിടെ മാത്രത്തിന് വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഖബറു വാഹിദുകളെ കൊണ്ട് മാത്രം ഇസ്ലാമിൽ ഒരു വിശ്വാസകാര്യം സ്ഥാപിക്കാൻ പറ്റൂല. അപ്പൊ ഇവര് ചോദിക്കും, മീസാനെ കുറിച്ച് ഖബറു വാഹിദിലല്ലേ വന്നത് എന്ന്. മീസാനെ കുറിച്ച് വിശ്വസിക്കാൻ നമുക്ക് ഖബറു വാഹിദിന്റെ ആവശ്യമില്ല. നമ്മൾ സക്കുലത്തും അവവാസീനും ഖുർആനിൽ വന്നതാ. ഖബർ ശിക്ഷയെ കുറിച്ച് ഫിറഔന്റെ സമൂഹത്തെ കുറിച്ച് പറഞ്ഞപ്പം ഖുർആനിൽ വന്ന നമുക്ക് ഖബർ വാഹിദിന്റെ ആവശ്യമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനോ മുത്തവാത്തിറായ ഹദീസോ പിന്തുണ നൽകുന്ന ഖബർ വാഹിദുകളിൽ വിശ്വാസ കാര്യങ്ങൾ വന്നാൽ നമുക്ക് വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ല, അതിനൊരു പിന്തുണ വേണം. എന്നാൽ ഖബർ വാഹിദിൽ മാത്രം ഇസ്ലാമിന്റെ വിശ്വാസകാര്യം വന്നാൽ വിശ്വസിക്കാൻ പറ്റൂല. ഇത് ഖബർ വാഹിദായ ഹദീസ. ഹിശാമ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രവാചകൻ വഫാത്തായി 51 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിശാം ഇബ്നു ഉർവ ജനിക്കുന്നത് തന്നെ. പ്രവാചകൻ വഫാത്തായി 51 കൊല്ലം കഴിഞ്ഞിട്ട്. അവസാനം ഇറാഖിലേക്കുള്ള 2ാമത്തെ യാത്ര, പ്രായം കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഹിശാം ഇബ്നു ഉർവക്ക്. ആ സമയത്താണ് അദ്ദേഹം ഇറാഖിലേക്ക് 2ാമത് യാത്ര പോകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് പ്രായാധിക്യ നിമിത്തം ബുദ്ധിക്ക് ചില തകരാറുകളൊക്കെ സംഭവിച്ചിരുന്നു. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തതാണ് ഈ സംഭവം. അപ്പൊ ഏകദേശം പ്രവാചകൻ വഫാത്തായി 1.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്, 1.25 നൂറ്റാണ്ട് കഴിയണോ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പറയാൻ, റിപ്പോർട്ട് ചെയ്യാൻ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല, അമ്മോശനാ. ഉമർ അറിഞ്ഞില്ല, അമ്മോശനാണ്. അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല, പുയ്യാപ്പളയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല, പുയ്യാപ്പളയാണ്. ഇവരാരും അറിയാത്ത സംഭവം ഏകദേശം പ്രവാചകൻ വഫാത്തായി 1.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഹിശാം ഇബ്നു ഉർവ. അത് ഇറാഖിലുള്ളപ്പം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എടുത്താൽ
അതിൽ ഒരാളൊഴികെ ബാക്കിയൊക്കെ കൂഫക്കാരും ബസറക്കാരാണ്, ഒരാളും മാത്രമാണ് മദീനക്കാരൻ. മദീനയിലുള്ള സമയത്താണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ കൂഫക്കാരും ബസറക്കാരും അവിടെ റിപ്പോർട്ടിൽ സനദിൽ കടന്നു വരില്ല. അപ്പൊ അത് ഖുർആനിനെതിരാണ് അടിസ്ഥാനപരമായി. മാത്രവുമല്ല മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഹദീസു നിദാന ശാസ്ത്രപ്രകാരം ആ ഹദീസു സ്വഹീഹല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. ജീവിക്കുന്ന ചുറ്റുപാടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നേരിയ